ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ UDF കൺവീനർ അടൂർ പ്രകാശിന്റെ മൊഴിയെടുക്കും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് വിവരം തേടും. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പരിചയമുണ്ടെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സിജോ, ഇപ്പോൾ മൊഴിയെടുപ്പ് UDF കൺവീനറിലേക്കും എത്തുകയാണ്. എപ്പോൾ എവിടെ വെച്ചാണ് മൊഴിയെടുക്കുക എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? എന്തെങ്കിലും നിർദ്ദേശം അടൂർ പ്രകാശിന് നിലവിൽ SIT നൽകിയോ? ഈ മൊഴിയെടുക്കൽ വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം അടൂർ പ്രകാശിനെ വൈകാതെ തന്നെ അറിയിക്കുകയും ചെയ്യും. അടൂർ പ്രകാശിന് കൂടി സൗകര്യപ്രദമായ ഒരു സ്ഥലവും സമയം നോക്കിയായിരിക്കും ഇതിന്റെ ചോദ്യം ചെയ്യൽ നടപടികൾ നടക്കുക എന്നാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും അടൂർ പ്രകാശിനും അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇയാളിൽ നിന്ന് ചോദിച്ചറിയുക. കാരണം നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി പോകുന്ന സമയത്ത് അടൂർ പ്രകാശ് ഒപ്പമുണ്ടായിരുന്നു. അടൂർ പ്രകാശിന്റെ സഹായത്തോടു കൂടിയാണ് സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോയത് എന്നുള്ളൊരു സംഭവമാണ്, ഒരു വിവരമാണ്, ആരോപണമാണ് പുറത്തു വരികയും ചെയ്തിരുന്നത്. അതിന് പിന്നാലെയാണ് അതിലൊരു വ്യക്തത വരുത്തിക്കൊണ്ട് അദ്ദേഹം വരികയും ചെയ്തത്. ആറ്റിങ്ങൽ MP ആയതിനു ശേഷമുള്ള ഒരു അടുപ്പമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയായിട്ടുള്ളത്. പക്ഷെ സോണിയാഗാന്ധിയെ കാണാൻ പോകുന്ന സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. അതിനനുസരിച്ചാണ് സോണിയാഗാന്ധി കാണാൻ പോകുന്ന കൂടെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൂടെ പോയതെന്നാണ് പറയുന്നത്. അത് പക്ഷേ അത് പൂർണ്ണമായി അത്ര വിശ്വാസത്തിൽ എടുക്കാൻ സാധിക്കുന്ന ഒരു വിവരമല്ല. കാരണം സോണിയാഗാന്ധിയെ കാണാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ആര് അപ്പോയിന്റ്മെന്റ് എടുത്തു കൊടുത്തു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ അടൂർ പ്രകാശിന്റെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഒരു പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനപ്പുറത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് എന്തെങ്കിലും സഹായം ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തട്ടിപ്പുമായി ബന്ധപ്പെട്ടോ അടൂർ പ്രകാശ് ചെയ്തു കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ പത്മകുമാറിന്റെ അറസ്റ്റ്, അതിനുശേഷം കഴിഞ്ഞ ദിവസം കടകംപള്ളി സുരേന്ദ്രനെയും അതോടൊപ്പം തന്നെ PS പ്രശാന്തിനെയും ചോദ്യം ചെയ്യുന്ന സാഹചര്യമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ LDF-നെതിരെ കടുത്ത ആക്രമണം UDF നടത്തുകയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ UDF കൺവീനറെ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇത് LDF-നും CPM-നും UDF-നുള്ള ഒരു പ്രഹരമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള നിലപാടാണ് അടൂർ പ്രകാശിനുള്ളത്. അദ്ദേഹം സ്വാഭാവികമായും ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്യും. പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കലി ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.